ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ മനോജ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ സംഭവം അറിയത്തില്ല, അമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട്. അയ്യോ, ഇതെങ്ങനെ കൂട്ടി? ഞാൻ മെയിൻ വാൽവ് അടയ്ക്കാൻ പോകണേ. അപ്പോൾ വേഗം നമുക്ക് മെയിൻ വാൽവ് ക്ലോസ് ചെയ്തേക്കാം, ഇല്ലാതെ വെള്ളം നിൽക്കത്തില്ല, നല്ല ഫോഴ്സിലാണ് വരുന്നത്. അപ്പോൾ അമ്മയുടെ വിളി കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ ശരിക്കും. ആ ടാപ്പ് പൊട്ടി ഒഴുകിയതാണ്, കിച്ചണിലെ ടാപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ്, എങ്ങനെ നമുക്ക് ഈ പൊട്ടിയ ടാപ്പ് കുറഞ്ഞ ചിലവിൽ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. ടാപ്പ് കംപ്ലീറ്റ് മാറ്റിയണേ എന്നായാലും കിച്ചണിലെ ടാപ്പ് 600-700 രൂപയ്ക്കാവും. 350 രൂപയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ. അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ അറിയത്തില്ല. ഇത് ഡിസ്ക് ടൈപ്പ് ആ ടാപ്പ്. നമുക്ക് നേരെ അടുത്തൊരു കടയുണ്ട്, അപ്പോൾ ആ കടയിലേക്ക് പോയിട്ട് അതിൻ്റെ പാർട്സൊക്കെ മേടിക്കാം. ഈ ടാപ്പിനകത്ത് ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം എന്ന് പറഞ്ഞ പാർട്ടാണ് പൊട്ടിപ്പോയിരിക്കുന്നത്. അപ്പം അത് നമുക്ക് അഴിച്ചെടുത്ത് കടയിൽ കൊണ്ട് അത് സെയിം ആണെന്ന് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. അതിനായിട്ട് ഏറ്റവും നല്ലത് ടാപ്പ് ഫുള്ളായിട്ട് ഇവിടുന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോകുന്നതാണ്. ടാപ്പിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, വാട്ടർ ഫിൽറ്ററിലേക്ക് ഹോസൊക്കെ ഇടുന്നതിൻ്റെ. അപ്പം അത് ഒത്തിരി വളഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുമല്ല, അപ്പുറത്തുനിന്ന് പുറകിൽ നിന്നൊക്കെ ബെൻഡുള്ള സ്ഥലത്തുനിന്ന് ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടാപ്പ് തിരിയാതിരിക്കാൻ ഞാൻ ഈ പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് ഒന്ന് പിടിക്കാം. ഇപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ടൂളിൻ്റെ പേര് പൈപ്പ് റേഞ്ച് എന്നാണ്. അപ്പം അതിന് ഏകദേശം ഒരു 150 രൂപയൊക്കെ വിലയുള്ളൂ. പിന്നെ അതുകൊണ്ട് മാത്രം പിടിച്ചുകൊണ്ട് മാത്രം കഴിയത്തില്ല, വേറൊരു അഡ്ജസ്റ്റബിൾ സ്പാനറും കൊണ്ട് തിരിച്ചാൽ മാത്രമേ ഇത് തിരിയത്തുള്ളൂ. നല്ല ടൈറ്റായിട്ടിരിക്കുന്നതാണ്, കൈ കൊണ്ടൊന്നും പിടിച്ചാൽ തിരിയത്തില്ല. ഈ അടപ്പ് പോലെ കാണുന്ന ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യണേ. അപ്പോൾ ഈ അടുപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ യാതൊരു സ്ക്രൂ ഉണ്ടല്ലോ, ഈ സ്ക്രൂ ഓപ്പൺ ചെയ്യണേ. ഇത് ചെറിയ സ്കൂട്ടർ കൊണ്ട് വരത്തില്ല, വലിയ സ്കൂട്ടർ കൊണ്ട് ഫ്ലാറ്റ്. ഇതൊരു കവറാണ്. കവർ നമുക്ക് തട്ടിയിട്ട് ഇത് തന്നെ ഊരിപ്പോരും. അല്ലേ, ഊരിപ്പോന്നില്ലേ? അപ്പോൾ അങ്ങനെ സൈഡിലേക്ക് വെക്കാം. പിന്നെ ഇത് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സൈസിന് നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അയച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പകുതി വാഷ്റൂം സംഗതിയെല്ലാം ഇതിനകത്ത് പോയിരിക്കുക. ഇതുണ്ടല്ലേ, അതിനകത്ത് റബ്ബറിൻ്റെ ഇതൊക്കെ വന്നിരിക്കുന്നത്, വാഷറൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവനെ നമുക്ക് ഇതിലെടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ലെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി ഉറപ്പ് വരുത്താം. ഇതിൻ്റെ ത്രെഡൊക്കെ പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേറൊരു പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട്, ഫിൽറ്റർ എന്നതിൻ്റെ പേര്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന ഷോപ്പിലേക്ക് വിടാം. ഓക്കെ അല്ലേ, കുഴപ്പമില്ലേ സാധനം? മുറുക്കണം. ഈ ഫിൽറ്റർ മാറ്റി നമുക്ക് പുതിയത് കിട്ടിയായിരുന്നേ. ഇത് ഇപ്പോൾ ഈ കാണിക്കുന്ന പഴയ ഫിൽറ്ററാണ്. ഈ പുതിയ ഫിൽറ്റർ കാണിക്കാം.
ഈ മെക്കാനിസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് ഇന്നർ ഡിസ്ക് ടേപ്പ് ഹാഫ് ടൺ എന്നാണ്. ആ പ്ലംബിങ് കടയിലെ ചേട്ടൻ പറഞ്ഞു തന്നെ കേട്ടോ. നമ്മൾ അഴിച്ച പോലെ തന്നെ മെക്കാനിസം തിരിച്ച് അത് പിരിയാണ്, അതുപോലെ തന്നെ പിരിച്ച് കയറ്റി വെച്ചിട്ട് വേണ്ട വരണ്ട. ഇനി നമുക്ക് ടാപ്പ് തിരിച്ച് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇനി മെയിൻ വാൽവ് നമുക്ക് പകുതി ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. എന്തെങ്കിലും ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ വല്ലാതെ വെള്ളം ചാടിത്തെറിക്കത്തില്ല. അപ്പോൾ ഏതായാലും ലീക്കൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെറിയ ലീക്ക് വല്ലതും ഉണ്ടെങ്കിൽ ആ മെക്കാനിസത്തിൻ്റെ മുകളിൽ ചെറിയൊരു നെട്ടുണ്ട്, അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിൻ്റെ. ഇനി ആ സ്റ്റീലിൻ്റെ കവറുണ്ടല്ലോ അതും ഇടാം. അതിൻ്റെ ആ ഹാൻഡിലും നമ്മൾ ഊരിയ പോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര സിമ്പിളാണ് ടാപ്പ് റിപ്പയറിങ്. ഏകദേശം 80 രൂപ അതിൻ്റെ ആ മെക്കാനിസത്തിനും പിന്നെ ആ ഫ്രണ്ടിലൊരു ഫിൽറ്റർ ഉണ്ടല്ലോ അതിന് 20-25 രൂപ എത്ര ആയിട്ടുള്ളൂ. വളരെ ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ഈ ടാപ്പ് പുതിയ പോലെ തന്നെ റെസ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിട്ടെ. അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എൻ്റെ ഇതുപോലെ തന്നെ വേറൊരു വീഡിയോ ഉണ്ട്, ഓയിൽ പെയിൻറ്റിങ് പഠിക്കുന്ന വീഡിയോ. കലാകാരമായിട്ടുള്ള കഴിവുള്ളവർക്കൊക്കെ ആ വീഡിയോ സന്ദർശിക്കാം, ഓയിൽ പെയിൻറ്റിങ് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.